ആർക്കില്ലേ? ഇന്നലെ രാവിലെ തരാമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇന്ന് രാവിലെ ആയിട്ടുമില്ല, ഉച്ചയായിട്ടുമില്ല. ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടിയില്ലേ ഇത് തൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് തീർക്കാൻ നോക്ക്. സർ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. പറ. ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് വിചാരിച്ചു. അതിനെ പറ്റി അങ്ങനെ ഒരു തീരുമാനം? അത് പേഴ്സണൽ ലൈഫും അതുപോലെ വർക്ക് പ്രഷർ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പട്ടീനെ പോലെ ഒരു സ്റ്റാഫ് ഇപ്പം അങ്ങനെ കമ്പനിയിൽ നിന്ന് പോയ കമ്പനി പെർഫോമൻസിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ HR സംസാരിച്ച് വർക്ക് ഫ്രം ഹോം ആക്കാം. അല്ല വേണ്ട സർ, ഞാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10% ഹൈക്ക് ഞാൻ സംസാരിക്കും. അല്ല വേണ്ട സർ, അതൊന്നും വേണ്ട. 20%. അല്ല സർ, എന്നാലും 30%. അതിൽ കൂടുതൽ പറ്റില്ല. ഞാൻ ഒന്ന് റീതിങ്ക്. ഇറ്റ്സ് എ ഗുഡ് ഓഫർ, നോ? ഞാനൊന്ന് ആലോചിച്ച് പറയാം സർ. സർ, യെസ്. ഞാനും റിസൈൻ ഇട്ടാലോ എന്ന് ചിന്തിക്കുന്നു. വളരെ മികച്ച തീരുമാനങ്ങൾ ഇറക്കില്ല. ഞാൻ തന്നോട് ഇത് അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു. അല്ല കുഴപ്പമില്ല. അല്ല ഞാൻ റിപ്പോർട്ട് വേണ്ട. അല്ല നാളെ ലൈവ് ഉണ്ട്. നാളെ ലൈവ് അല്ലേ? നാളത്തെ ലൈവ് ഞാൻ കഴിവുള്ള വേറെ ആരും വെച്ചെടുപ്പിച്ചോളാം. അല്ല എനിക്ക് ഹൈക്കൊന്നും വേണ്ട സർ. അയ്യോ വേണ്ട, അറക്കൽ വിട്ടോ. ഓക്കെ. അല്ല സർ ഒന്നുകൂടി ചിന്തിക്കണം. റീതിങ്കിന്റെ ഒന്നും ആവശ്യമില്ല. വിട്ടോ. നല്ലൊരു വർക്കറാണ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നല്ല വർക്കർമാരെ പുറത്തുനിന്ന് ഞാൻ വിളിച്ചോളാം കേട്ടാ. വിട്ടോ. സർ ഒന്ന് ചലോ